ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോൾ അവസാനിപ്പിക്കണം? മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് നമ്മളെ മാനസികമായി തളർത്തുന്ന, നമ്മുടെ സമാധാനം കളയുന്ന ഒരു ബന്ധത്തിൽ നമ്മൾ എന്തിനാണ് ഇനിയും തുടരുന്നത്? പുറത്തുനിന്നുള്ളവർക്ക് ഇത് വെറുമൊരു കഥയോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് തരാനുള്ള അവസരമോ ആയിരിക്കാം. പക്ഷേ അനുഭവിക്കുന്ന ആളുടെ ഉള്ളിലെ വേദന എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ല. ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോൾ അവസാനിപ്പിക്കണം? നമുക്ക് നോക്കാം. ഹായ്, നിങ്ങൾ ഇപ്പോൾ ഒരു ബന്ധത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബാഡ് ആയ ടോക്സിക് ആയ ബന്ധത്തിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയമായി. പലരും ഇതുപോലെ ബന്ധങ്ങളിൽ ചെന്നെത്തി ഊരിപ്പോരാൻ കഴിയാതെ ബന്ധനത്തിൽ ആകുന്നവരാണ്. നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ചുറ്റുപാടും നിന്നുള്ള ചോദ്യങ്ങളുടെ മേലുള്ള ഭയത്തെയാണ്. ഇത്രയും കാലമായില്ലേ നീ അവനുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴാണോ നിനക്ക് പ്രശ്നമുണ്ടായത്? നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ ഈ ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാവുമെന്ന്? ഇത്രയും വർഷം കഴിഞ്ഞ് തീരുമാനം എടുക്കുന്നത് ഇപ്പോഴാണോ? ഒഴിഞ്ഞു പോരുന്നത് ഇങ്ങനാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അറിയില്ല ടോക്സിക് ബന്ധങ്ങളുടെ ഉള്ളിലെ അവസ്ഥ. നിങ്ങൾ ഒരു വ്യക്തിയുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തി അവരുടെ സ്വഭാവത്തിന്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും പുറത്ത് കാണിക്കുന്നത്. ബന്ധങ്ങളുടെ തുടക്കങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ നിങ്ങളോടൊപ്പം നിൽക്കും. പിന്നീട് കുറച്ചു കഴിഞ്ഞായിരിക്കും അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി അവസ്ഥ വരുമ്പോൾ, അതുമല്ലെങ്കിൽ അവർ കൂടെ നിൽക്കേണ്ട ഒരു സമയം വരുമ്പോഴൊക്കെ അവരുടെ ചീത്ത സ്വഭാവം പുറത്തുവരും. അപ്പോഴേക്കും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒന്ന് പ്രതികരിക്കാനോ എതിർത്ത് പറയാനോ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ എതിർത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ഇഷ്ടം നടത്തി തന്ന് നിങ്ങളെ ശാന്തരാക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങൾ അതിനെയും മറികടന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും ശക്തമായി പറയുകയാണെങ്കിൽ, അപ്പോൾ അവർ ഇമോഷണൽ ഡ്രാമ കളിക്കും. നിനക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് നീ എന്നോട് ഇത്തരത്തിൽ പറഞ്ഞു അല്ലേ? നീ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്റെ അടുത്തു നിന്നും ഇങ്ങനെ കേട്ടപ്പോൾ, നിനക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹവുമില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ജീവൻ പിടയുന്ന വേദനയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇമോഷണൽ വൈകാരികമായി തളർത്തി ശാന്തരാകാൻ ശ്രമിക്കും. അത് വില പോവില്ലെന്ന് മനസ്സിലായാൽ അടുത്തത് പിന്നെ ഭീഷണിയായിരിക്കും. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, നിനക്ക് വേണ്ടെങ്കിൽ ഇട്ടേച്ചു പോയിക്കോ, ഞാൻ ഭ്രാന്തനായി മരിച്ചോളാം എന്നൊക്കെയായിരിക്കും അവരുടെ അടുത്ത ഡയലോഗ്. നിങ്ങൾ ഒന്നു മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് വെറും കഥകൾ മാത്രമാണ്. അനുഭവിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ മാത്രം. എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ അനുഭവിച്ച് വല്ലവരും അവരവരുടെ ടോക്സിക് ബന്ധങ്ങളിൽ നിന്നിറങ്ങി പോരുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം അവർ അനുഭവിച്ചത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വെറും കഥകൾ മാത്രമാണ്. ഓർക്കുക, നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയല്ല. ബൈ മോട്ടിവേഷൻ മലയാളം.